ക്ലിനിക്കിൽ വരുന്ന അധിക പേഷ്യൻസും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളുമായിട്ട് നല്ല കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ബാഡ് ബ്രെത്ത് ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ കൊറോണ വന്നതിന് ശേഷം നമ്മൾ മാസ്ക് ധരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഒരു 80% ആൾക്കാർക്കും അവർക്ക് വായ്നാറ്റം അല്ലെങ്കിൽ ബാഡ് ബ്രെത്ത് ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയാൻ തുടങ്ങിയത്. ബാഡ് ബ്രെത്തിന്റെ മെഡിക്കൽ ടേമാണ് ഹാലിറ്റോസിസ്. വളരെ കോമൺ ആയിട്ടുള്ള ബാഡ് ബ്രെത്ത് ആണ് നമ്മൾ ഉറങ്ങി രാവിലെ എഴുന്നേറ്റാലുള്ള ബാഡ് ബ്രെത്ത്. നമ്മുടെ സലൈവയ്ക്ക് ബാക്ടീരിയനെ നശിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷേ ഈ രാത്രി സമയങ്ങളിൽ നമ്മുടെ സലൈവ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബാഡ് ബ്രെത്ത് രാവിലെ ഉണ്ടാവുന്നത്. ഒരാൾക്ക് ബാഡ് ബ്രെത്ത് ഉണ്ടാവാൻ കുറേ റീസൺസ് ഉണ്ടാവാം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പുവർ ഓറൽ ഹൈജീൻ തന്നെയാണ്. നിങ്ങൾ ഒരു പ്രോപ്പർ ഗുഡ് ഓറൽ ഹൈജീൻ റൂട്ടീൻ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ബാഡ് ബ്രെത്ത് ഉണ്ടായിരിക്കും. വേറെ ഒരു റീസൺ ഈറ്റിംഗ് സർട്ടൈൻ ഫുഡ്സ് ആണ്. ഒണിയൻ, ഗാർലിക് പോലെയുള്ള ഫുഡ്സ് ബാഡ് ബ്രെത്ത് ഉണ്ടാക്കാവുന്നതാണ്. നെക്സ്റ്റ് റീസൺ എനി അണ്ടർലൈൻ മെഡിക്കൽ കണ്ടീഷൻ ആയിരിക്കാം. സൈനസ് ഇൻഫെക്ഷൻ, ബ്രോങ്കൈറ്റിസ്, ഡയബറ്റീസ്, ലിവർ ഇഷ്യൂസ്, കിഡ്നി ഇഷ്യൂസ്, ഇതൊക്കെ ബാഡ് ബ്രെത്ത് ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ബാഡ് ബ്രെത്തിനെ നിങ്ങൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. ബാഡ് ബ്രെത്ത് ഒഴിവാക്കാൻ ആദ്യം നിങ്ങൾ ഒരു പ്രോപ്പർ ഗുഡ് ഓറൽ ഹൈജീൻ റൂട്ടീൻ ഫോളോ ചെയ്യുക. സ്റ്റേ ഹൈഡ്രേറ്റഡ്, ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ സോ ദാറ്റ് നമ്മളെ മൗത്ത് എപ്പോഴും മോയിസ്റ്റ് ആയിരിക്കും. അത് ഫുഡ് പാർട്ടിക്കിൾസിനെയും ബാക്ടീരിയനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സർട്ടൈൻ ഫുഡ്സും അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളെ ബാഡ് ബ്രെത്ത് അതേപോലെ തന്നെ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് വിസിറ്റ് യുവർ ഡെന്റിസ്റ്റ് ടു ഐഡന്റിഫൈ എനി പൊട്ടൻഷ്യൽ പ്രോബ്ലംസ്.